ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി വന്നത് പ്രമാണിച്ചതേ മകനും മരുമകളും കൂടെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഗോമതി റൂമിലേക്ക് കയറി വരുന്നത്. എന്താ എന്താ എവിടെയെന്നും ചോദിച്ച്. അപ്പോൾ വഴക്കാണ് രണ്ടുപേരും എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? അയ്യോ, ഞങ്ങൾ തമ്മിലും യാതൊരു കുഴപ്പമില്ല അപ്പച്ചി, അല്ലേ ആര്യ എന്നും ഇത്ര ചോദിക്കുമ്പോൾ അതെ അമ്മ അതേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആര്യന് നിൽക്കുന്നു. ഞങ്ങളിവിടെ അമ്മ കിടക്കുന്ന കാര്യം ചർച്ച ചെയ്യായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ ഇത്ര ചർച്ച ചെയ്യാൻ എന്താ ഇരിക്കുന്നത്? ഞാനിവിടെ പുറത്ത് സോഫയിലോ മറ്റോ ചുരുണ്ട് കൂടിക്കോളാവെന്ന് അമ്മ പറയുമ്പോഴേക്കും ഇവർ രണ്ടുപേരും അതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും അത് പറ്റില്ല എന്ന് തറപ്പിച്ചു പറയുക. അപ്പച്ചി അപ്പച്ചി എൻ്റെ കൂടെ ഇവിടെ മുറിയിൽ തന്നെ കിടന്നോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇവനെവിടെ കിടക്കുമെന്ന് ചോദിച്ചു. ഇവനെവിടെ കിടക്കും? അത് പിന്നെ ഞാൻ പുറത്ത് സോഫയിൽ കിടന്നോളാം അമ്മേ. അതൊന്നും പറ്റത്തില്ല, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്നെയാണ് കിടക്കേണ്ടതെന്നും അങ്ങനെ കിടന്നാൽ മതിയെന്നും അമ്മ മക്കളോട് പറയുക. ഞാൻ പറയാം, നിങ്ങളതനുസരിച്ചാൽ മതിയെന്ന് ഗോമതി പറഞ്ഞു. നിങ്ങളിവിടെ ഈ റൂമിൽ കിടന്നോളണം, ഞാൻ ഹോളിൽ കിടന്നോളാം എന്ന് പറയുമ്പോൾ അമ്മേ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അമ്മ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഓഹോ എന്ന് വെച്ചാൽ നാളെ നേരം വെളുക്കുമ്പോൾ ഞാനിവിടുന്ന് പോകണമെന്നാണോടാന്ന് ചോദിച്ചോ അമ്മ. അയ്യോ അങ്ങനെയല്ല അമ്മ ഞാൻ പറഞ്ഞത്, വെറുതെ ഓരോ നമ്മൾ വ്യാഖ്യാനിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതിയെന്ന് പറഞ്ഞു. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായാലും ചോദിച്ചപ്പോൾ ഒന്ന് പൊയ്ക്കേ അമ്മയെന്ന്. മിത്രേ നീ അമ്മയ്ക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേ, അത്രോളൊന്നും പറഞ്ഞുകൊണ്ട് ആര്യനങ്ങ് ഇറങ്ങിപ്പോയി. അപ്പച്ചിങ്ങ് വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ മിത്ര എന്നിട്ട് ഇങ്ങനെ ഗോമതിയെ കട്ടിലേൽ കിടത്തിയിട്ട് മിത്രയെ അവിടെ നിന്ന് ഇറങ്ങി പോവുക. ഈ സമയത്ത് ബാലനാണെങ്കിലോ വീട്ടിലാകെ സമാധാനം കെട്ടിയിരിക്കുക, കരഞ്ഞു വിളിച്ച്. അപ്പോൾ ഗോമതി ഇല്ലാതായതോടുകൂടി ബാലൻ്റെ സമനില മൊത്തത്തിൽ തെറ്റി. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ആര്യനാണെങ്കിൽ അവിടെ പുറത്ത് തറയിൽ കിടക്കുമ്പോഴേക്കും മിത്ര അങ്ങോട്ടേക്ക് വന്നു. സംസ്ഥാനം മുഴുവൻ സ്വന്തം കാൽച്ചുവട്ടിലാണ് എന്നുള്ള രീതിയിലാണല്ലോ ഇങ്ങനെ ഒരു കിടപ്പ്. എന്താ അങ്ങോട്ട് മാറി കിടക്കുക, എനിക്കും കിടക്കണമെന്ന് പറഞ്ഞു. നിനക്കോ? നീ ഇവിടെ കിടക്കുന്ന എന്തിനാണെന്ന് നേരം ആര്യൻ ചോദിച്ചു. നീ ഇന്ന് സംസ്ഥാനങ്ങളെ പറ്റിയാണോ പഠിച്ചത്? അതെ. ആര്യൻ എങ്ങനെ ഇത് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഉപമകളിൽ പോലുവേ ഒരു ഭൂപട ഉള്ളതുകൊണ്ട് ചോദിച്ചാ, ചുമ്മാ കിടന്ന് തള്ളാതെ അങ്ങ് നീങ്ങി കിടക്കാൻ പറഞ്ഞു. ഡോണ്ട് ടച്ച് പറഞ്ഞാൽ മതി, ഞാൻ നീങ്ങി കിടന്നോളാമെന്ന് ആര്യൻ. ഇനി ആ പേരും പറഞ്ഞ് ദേഹത്ത് തൊടാനൊന്നും വരണ്ടാന്ന് പറഞ്ഞു. പിന്നെയെന്നും പറഞ്ഞു ഇത്ര എങ്ങനെ ഇരിക്കുക. അപ്പോൾ അവനവൻ ആവശ്യമുള്ളപ്പോൾ എന്നെ കയറി പിടിക്കാല്ലേന്ന് ചോദിച്ചപ്പോൾ വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എപ്പോഴാണ് ഇതിനെ കയറി പിടിച്ചതെന്ന് ആര്യൻ മിത്രയോട് ചോദിക്കാം. വലിയ ഭൂലോക രംഭയാണെന്നാ വിചാരം, കണ്ടാലും മതിയെന്നൊക്കെ ആര്യൻ പറഞ്ഞു. അയ്യടാ പറയുന്ന ആൾ പിന്നെ സൽമാൻ ഖാനല്ലേ, കണ്ടാലും മതിയെന്നും മിത്ര. അല്ല നിന്നെ ഞാൻ എപ്പോഴാണ് കയറി പിടിച്ചെന്ന് നീ പറഞ്ഞത്? അമ്മയെ അന്വേഷിച്ച് പോകാൻ ഇറങ്ങിയപ്പോഴേ ഇയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആര്യൻ ഇങ്ങനെ ആലോചിക്കുക. ശരിയാണല്ലോ എന്നും പറഞ്ഞിങ്ങനെ ആലോചിക്കണം. അതുപിന്നെ ഞാൻ എന്താ മറന്നുപോയി ഇത്ര പെട്ടെന്ന്. മാന്യമായ ആ തൊടലിനെയാണോ നീ കയറി പിടിച്ചു എന്നൊക്കെ പറയുന്നതെന്നൊക്കെ ആരും ചോദിച്ചപ്പം അനുവാദം ഇല്ലാതെ തൊട്ടാലേ അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നീ കേസിൽ റോയൊക്കെ പഠിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പം നിൻ്റെ അടുത്ത് ഇനി സൂക്ഷിക്കണമല്ലോ. സൂക്ഷിക്കണം. അല്ല അപ്പച്ചി വന്ന് നന്നായല്ലേന്ന് മിത്ര. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല കല്യാണം കഴിഞ്ഞിട്ടേ രണ്ടിടത്ത് കിടക്കുന്നതിനേക്കാളും നല്ലത് ഒരിടത്ത് കിടക്കുന്നത് തന്നെയാണല്ലോ ഒന്ന് മിത്ര. അപ്പം കൂടുതൽ വഴുകല്ലേ കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആരും കിടന്നു. പിന്നെ മിത്രയും കൂടെ കിടക്കുന്നു. പിന്നെ ആര്യനും മിത്രയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ ആയി. എന്നെ തൊടുന്ന ഇഷ്ടമല്ലെന്ന് ആരും പറയുമ്പം ഞാൻ തൊടാൻ പാകത്തിന് വന്നതല്ലെന്നൊന്നും പറഞ്ഞുകൊണ്ട് മിത്ര ദുഷ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഞാൻ വെറുതെ നിന്നെ സ്നേഹിക്കണമെന്ന് എനിക്കറിയാം, ഒരു സ്നേഹവും ഇല്ലാത്തവനാ നീ എന്നൊക്കെ മിത്ര പറഞ്ഞപ്പം മിണ്ടാതെ കിടന്നോളണം, പോയി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞു. ആര്യനെ അത് പറഞ്ഞപ്പോഴത്തേക്കും മിത്ര പോയി ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ ആണെങ്കിൽ ഉന്തും തള്ളുമായിട്ട് രണ്ടുപേരും കൂടെ അവിടെ കിടന്നിങ്ങനെ ഉറങ്ങുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലം. അവിടെ എല്ലാവരും കൂടെ വട്ടമേശ സമ്മേളനം കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്യുതൻ അനന്തേട്ടാ ഇനിയെങ്കിലും പാർട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന് അച്യുതൻ അനന്തനോട് പറയുന്നു. മിഥുന് പ്രതീക്ഷ കൊടുത്തിട്ടേ നാളുകളായെന്നും ഇപ്പോഴാണെങ്കിൽ അവനെപ്പോലെ വിശ്വസ്തനായിട്ടൊരാളെ കിട്ടും, കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരികെ കൊണ്ടുവരാനൊന്നും പറ്റിയൊന്നും വരില്ല എന്നൊക്കെ അലോക് ഇങ്ങനെ ഇരുന്ന് പറയുന്നു. അപ്പം എന്താ അനന്തേട്ടനൊന്നും പറയാത്തേന്ന് അച്ഛൻ ചോദിച്ചു. എടുത്തു ചാടി തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത്. കുടുംബ ബിസിനസ്സിലേക്ക് ഒരു ഔട്ട്സൈഡറെ കയറ്റുന്നതിന് മുൻപ് എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കണ്ടേ എന്ന് അനന്തൻ ചോദിച്ചു. ഒരുപാട് ആലോചിച്ചാൽ മിഥുൻ അവൻ്റെ കാര്യം നോക്കി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ തുമ്മിയെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്കുകയല്ലേ വേണ്ടതെന്ന് നന്ദിത അങ്ങനെ പറഞ്ഞു. അപ്പം അതെന്താ നന്ദിതടുത്തി അങ്ങനെ ഒരു വർത്തമാനമെന്ന് രാജശ്രീ അന്നേരം ചോദിക്കാം. അല്ല ഈ പറയുന്ന മിഥുൻ വന്നില്ലെങ്കിലും ബിസിനസ് മുന്നോട്ട് പോയല്ലേ പറ്റുമെന്ന് ചോദിച്ചു. മിഥുൻ ഇപ്പോൾ വന്നല്ലോ, പിന്നെ ഇനിയിപ്പോൾ എന്തിനാ വെറുതെ നഷ്ടം സഹിക്കുന്നതെന്നൊക്കെ അലോക് ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും അനന്തൻ നന്ദിത ഇങ്ങനെ നോക്കി.
പണം എത്രയാ കടമെടുത്തിരിക്കുന്നത്, അതിൻ്റെ പലിശ തന്നെ എത്ര അടയ്ക്കണം എന്നറിയില്ലേന്ന് അച്യുതൻ ചോദിച്ചു. അനന്തൻ അതിനൊന്നും മിണ്ടുന്നില്ല. അല്ല, അമ്മ എന്താ ഇപ്പോൾ ഒരു അഭിപ്രായം പറയാത്തത് എന്ന് അമ്മയോട് രാജശ്രീ ചോദിക്കാം. അപ്പോൾ ബിസിനസ് നടത്തിപ്പിനെ പറ്റി അറിയാവുന്ന 2 മക്കൾ എനിക്കുണ്ട്, അവരിരുന്ന് അഭിപ്രായം പറയുന്നിടത്ത് ഞാനെന്തു പറയാനാന്ന് ചോദിച്ചു. അമ്മ ഈ വീട്ടിലെ എല്ലാ കാര്യത്തിലും തലയിടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളല്ലേ, ഇപ്പം മാത്രം എന്താ അമ്മയൊന്നും പറയാതിരിക്കുന്നതെന്ന് ഈ ചോദിക്കുക രാജശ്രീ. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേ ഞാൻ അഭിപ്രായം പറയാറുള്ളൂ എന്ന് അമ്മ അന്നേരം പറഞ്ഞു. ഇവർക്ക് 3 പേർക്കും ദഹിക്കുന്നില്ല അത്. അല്ലെങ്കിൽ പിന്നെ എന്താ, അമ്മയ്ക്ക് മിണ്ടാനും മിണ്ടാതിരിക്കാനുള്ള അധികാരമുണ്ട് നന്ദിതയും പറഞ്ഞു. നിങ്ങൾ സ്ത്രീകൾ തമ്മിൽ തല്ലുണ്ടാക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല ഇത്. അപ്പോൾ വലിയച്ഛനൊരു തീരുമാനം പറയട്ടെ, അതനുസരിച്ച് ചെയ്യാം എന്ന് അവർ പറഞ്ഞു. ലോൺ എടുത്താണ് നമുക്കൊരു പാർട്ണർഷിപ്പും അല്ലെങ്കിൽ അതിൻ്റെ പാർട്ണർഷിപ്പ് ഡീഡൊന്നും പുതുക്കണ്ട. പണം തിരികെ കിട്ടുമ്പം തീർക്കാവുന്ന ബാധ്യതകൾ മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ഒരു പാർട്ണറെ ചേർക്കുമ്പോഴേ എല്ലാ കാലത്തും അയാളെ സഹിക്കേണ്ട സാഹചര്യവും നമുക്ക് വരും. അതിലും ഭേദം പലിശ കൊടുക്കുന്നത് തന്നെയല്ലേ എന്ന് അനന്തൻ ഇങ്ങനെ പറഞ്ഞു. പലിശ കൊടുക്കുന്നത് എങ്ങനെയാ ലാഭാവുകയേട്ടാ? ലോൺ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു പാർട്ണറെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ആലോചിക്കാനുണ്ട്. അലോഹിൻ്റെ എടുത്തിയാട്ടം കൊണ്ടൊന്നും അല്ല കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് പറഞ്ഞ് ഞാനെന്താ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് അലോഹിൻ്റെ തീരുമാനമല്ല, എൻ്റെ തീരുമാനമാണെന്ന് അച്യുതൻ പറഞ്ഞു. എൻ്റെ ഷെയർ കൂടിയുള്ള കമ്പനിയിൽ മറ്റൊരാളുടെ ഓർഡറും ഡെഡ് ലൈനും ഞാൻ സ്വീകരിക്കില്ല എന്ന് നമ്മുടെ അനന്തം പറഞ്ഞു. അന്നേരം അതെന്ത് യുക്തിയായേട്ടാ? അലോഹ് പറഞ്ഞതേ എൻ്റെ അഭിപ്രായമാണെന്ന് ഏട്ടനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എൻ്റെയും കൂടി ഈക്വൽ ഷെയറുള്ള കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ വരിക, അത് ഏട്ടൻ കാരണം. എനിക്കത് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ലെന്ന് അച്യുതൻ പറഞ്ഞു. പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ നന്ദിത പറഞ്ഞു, ഇപ്പോൾ ഈ വീട്ടിലൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന്. ഞങ്ങളെ ഈ വീട്ടിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കഴിയുന്നതെന്ന് അച്യുതൻ അന്നേരം പറയാം. നിങ്ങൾ കാരണം അതല്ല, അത് നിങ്ങൾ മറന്നു പോകരുതെന്നൊക്കെ നന്ദിതയോട് ഈ രാജശ്രീ പറഞ്ഞപ്പോൾ മതിയാക്കാൻ പറഞ്ഞു അനന്തൻ. ഇവരുടെ തമ്മിത്തല്ല് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനം പറഞ്ഞാൽ മതിയല്ലോ, പോരെ? എനിക്കതിന് ഒരാഴ്ചത്തെ സാവകാശം വേണമെന്ന് അനന്തൻ ഇവരോട് പറഞ്ഞു. ശരിയെന്ന് സമ്മതിച്ചു. അങ്ങനെ അതും പറഞ്ഞ് അവരവരുടെ പാട് നോക്കി അങ്ങ് പോയി. അവർ ശരിക്കും രണ്ടും 2 വഴിക്ക് ആകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഗോമതിയും ഇവിടെ ബാലനും കിടക്കുക. 2 പേരും ഇവരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുക. കിടന്നിട്ട് 2 പേർക്കും ഓർക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു മടുത്തു. എങ്ങനെയൊക്കെയോ ഒരു തരത്തിൽ അവർ നേരം വെളുപ്പിക്കാനായിട്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവി അവിടെ കിടക്കുക. ദേവിക്കാണെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ടെൻഷനും ആകെ വെപ്രാളവും ആകെ ഒരു മനസമാധാനക്കേടും ഉറക്കമില്ലായ്മയും ഒക്കെ. അപ്പോഴേക്കെന്തേ നമ്മുടെ ദേവി ഇങ്ങനെ ആനന്ദിനെ ഒന്ന് വിളിക്കാമെന്ന് തീരുമാനിച്ചു. എന്തായാലും ആനന്ദേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ദേവി ഫോൺ എടുത്ത് ആനന്ദിനെ വിളിക്കുക. അങ്ങനെ ആനന്ദ് ഫോൺ എടുക്കുമോ എന്നുള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ എടുക്കുക. ഈ സമയത്ത് പതുക്കെ ദേവി ഏറ്റുവന്ന് വിളിച്ചപ്പോഴത്തേക്ക് ആനന്ദ് കോൾ എടുത്തു. അപ്പോൾ ആനന്ദേട്ടൻ ഉറങ്ങിയില്ലായിരുന്നോ എന്ന് വിദ്യയെ നോക്കിയിട്ട് ചോദിക്കുവാണ് നമ്മുടെ ദേവി. ഇല്ല, ഞാനിങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു എന്ന് ആനന്ദ് ദേവിയോട് പറഞ്ഞു. അതുപോലെ ഞാൻ വിളിച്ചത് ശല്യമായോ എന്ന് ദേവി ചോദിച്ചപ്പോൾ അയ്യോ ശല്യമോ? അതെന്താ ദേവി അങ്ങനെ പറഞ്ഞേ? അയ്യോ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, ജീവിതത്തിൽ ആകെ ഒരു സമാധാനം ദേവിയുടെ ഫോൺ കോൾ വരുമ്പോഴാണെന്ന് പറഞ്ഞപ്പം അത് ചുമ്മാ പറയുന്നതല്ലേ എന്ന് ദേവി ചോദിച്ചു. അല്ല, ആനന്ദേട്ടൻ നല്ലൊരു ജോലിയുള്ള ആളല്ലേ, അപ്പോൾ സുഹൃത്തുക്കളായും പരിചയക്കാരൊക്കെ ആയിട്ട് എത്രയോ പേര് ആനന്ദേട്ടന് ചുറ്റുമുണ്ട്. പിന്നെന്താ അങ്ങനെ പറയുന്നേ? ഒരു സങ്കടം വന്നാൽ പോലും പങ്കുവയ്ക്കാൻ എത്രയോ മനുഷ്യന്മാരെ കിട്ടുമെന്നൊക്കെ ദേവി ചോദിച്ചപ്പോൾ എത്രയോ ഭീകരമായി തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഓരോ മനുഷ്യരെന്ന് കവികൾ എഴുതിയിരിക്കുന്നതേ. എത്ര വലിയ സത്യമാണെന്നാ ദേവി പറഞ്ഞത് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെന്താ ആനന്ദേട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു ദേവി. അല്ല, ഈ എന്നെക്കുറിച്ചേ ദേവി കരുതിയിരിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയുമ്പോൾ ദേവി ഇങ്ങനെ നോക്കുക. അല്ല, എനിക്ക് പുറത്ത് പരിചയക്കാർ ജസ്റ്റ് പറയാൻ ചിലരുണ്ടെന്നല്ലാതെ എനിക്ക് കൂട്ടുകാരായിട്ട് അങ്ങനെ ആരും ഇല്ലയെന്ന് പറഞ്ഞു. എൻ്റെ ലോകം എൻ്റെ വീടാ ഇപ്പോൾ ദേവിയും. അത് കേട്ടപ്പോൾ ദേവിക്ക് ഭയങ്കര സന്തോഷം. അത് ദേവി വിളിക്കുമ്പോഴേ എന്നോട് സംസാരിക്കുമ്പോഴും എനിക്കുണ്ടാകുന്ന ആ ഒരു എനർജി അത് വേറെ ഒന്നും തന്നെയാണ്. ആ സമയത്ത് എനിക്കുണ്ടാകുന്ന സമാധാനവും സന്തോഷം എത്രമാത്രമാണെന്ന് ദേവിക്ക് അറിയാമോയെന്ന് ആനന്ദ് ചോദിച്ചു. പിന്നെ ഉണ്ടല്ലോ, ഏത് വലിയ സമ്മർദ്ദത്തിനിടയ്ക്കും ദേവി വിളിക്കുമ്പോൾ എനിക്കതൊരു ആശ്വാസമാണെന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു തോന്നൽ മാത്രമായിരിക്കുമെന്നും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു ദേവി. അപ്പം മാറാനോ? അതെന്താ ദേവി അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചു. അല്ല, താനത് ഇങ്ങനെയൊക്കെ പറയുന്നേ? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കല്യാണം കഴിയല്ലേ എന്ന് ആനന്ദ് ചോദിക്കുക. അപ്പം പിന്നെ സ്നേഹം അടുപ്പമൊക്കെ കൂടിക്കൂടി വരികയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. അതിപ്പോൾ നിശ്ചയം കഴിഞ്ഞു എന്ന് വെച്ച്
കല്യാണം നടക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് ദേവി അന്നേരം പറഞ്ഞു. അപ്പോൾ ആനന്ദ് ഞെട്ടി. ദേവി ഇങ്ങനെ പറയുന്നത് എന്താണെന്നോർത്ത്. അതിന് ശേഷവും കല്യാണം നടക്കാതെ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ ദേവി ഇങ്ങനെ പറയുമ്പോൾ ആനന്ദിന് മൊത്തത്തിൽ ആകെ ടെൻഷനായി. ഇതെന്താ ദേവി ഇങ്ങനെ പറയുന്നതെന്നോർത്ത്. അങ്ങനെ വന്നാലും ആനന്ദേട്ടനെ പിടിച്ചു നിൽക്കാനേ സ്വന്തം ബന്ധുക്കൾ സഹായിക്കുമല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ദേവി പറഞ്ഞപ്പോൾ ദേവി എന്ത് ക്രൂരയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. താനത് ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇത്രയ്ക്ക് മനസാക്ഷിയില്ലാത്തവളായിരുന്നു ദേവി എന്നൊക്കെ ചോദിച്ചപ്പോൾ ദേവി അന്തം വിട്ടു നോക്കുക. ദൈവമേ, അങ്ങനെ ആ ഒരു വല്ലാത്തൊരിതിൽ ദേവി ഇങ്ങനെ നിൽക്കും. ദേവിക്ക് കരച്ചിൽ വന്നിട്ട് ഒരു രക്ഷയില്ല. കേട്ടിട്ട് എൻ്റെ ചങ്ക് കലങ്ങുക. തനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നതെന്നൊക്കെ ചോദിച്ചു. താൻ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചത്? താൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. അത് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത് ചോദിച്ചു. നമ്മുടെ ആനന്ദ് കയ്യിൽ നിന്ന് പോയ രീതിയിൽ സംസാരിക്കുക. അത് പിന്നെ ആനന്ദേട്ടൻ താനിനി ഒന്നും പറയണ്ടെന്നും പറഞ്ഞുകൊണ്ടായി. പിന്നെ ആനന്ദ് സാരമില്ല മേലിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണമെന്ന് ആനന്ദ് ദേവിയോട് പറയണം. സത്യം ചെയ്യ് ദേവി, സത്യം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ദേവി നിന്ന് കരച്ചില്. പാവം ആനന്ദിൻ്റെ ആ ഒരു മനസ്സറിഞ്ഞിട്ട്, ഇല്ല ആനന്ദേട്ടാ, ഞാൻ ഇനി ഇങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ, സത്യമായിട്ടും പറയില്ല, ആനന്ദേട്ടൻ വിഷമിക്കരുതെന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ കരയണം. അപ്പോഴാണ് ആനന്ദിന് സമാധാനമായത്. ശരി എന്നാ ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. ആനന്ദ് ബി ഹാപ്പി മാൻ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാലൻ രാവിലെ നടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. പതിവ് പോലെ തന്നെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോഴേക്കും അനുവും മീനും കൂടെ ഇറങ്ങി വരിക. അപ്പോൾ അതേ ഇന്ന് വടയ്ക്കൊപ്പം ഏത്തയ്ക്കപ്പോ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. രണ്ടും ഓരോന്ന് വീതം എടുത്തോളണം കേട്ടോ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ കൊണ്ട് കൊടുക്കുക. രണ്ടുപേരും വഴക്കിട്ടേക്കരുതെന്നും പറഞ്ഞു. അഴിച്ചു നോക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് അനുവിനെ കൊണ്ട് അഴിപ്പിച്ചു നോക്കി. അനു അത് അഴിച്ചു നോക്കിയപ്പോൾ എല്ലാവർക്കും ഉള്ളത് അതിനകത്തുണ്ട്. ഈ സമയത്ത് ഇത് കൂടുതലുണ്ടല്ലോ അച്ഛാ, എല്ലാവർക്കും ഓരോ വടയും പഴംപൊരിയാണെന്ന് പറഞ്ഞിട്ട് 2 എണ്ണം കൂടുതലുണ്ടല്ലോ എന്ന് അനു പറഞ്ഞു. മോളെ നിനക്ക് എണ്ണാൻ അറിയാൻ മേലാത്തത് കൊണ്ടാ അച്ഛൻ്റെ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റില്ല എന്ന് ബാലൻ വീണ്ടും പിള്ളേരുടെ മുന്നിൽ നിന്ന് വലിയ വീമ്പ് പറയുക. പിന്നെ മോളെ നീ പോയി അമ്മയോട് അച്ഛനുള്ള ചായ കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക. പിന്നെ ഗോമതിക്കുള്ള വടയും പഴംപൊരിയും ചൂടോടെ കൊണ്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ അത് മതി അവൾക്ക് പരിഭവിക്കാനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക. അല്ല അതിന് അമ്മയോടെ ഇല്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലൻ്റെ കിളി പോയത് കാര്യം ബാലൻ അന്നേരം ഓർത്തത്. അയ്യോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. ഗോമതി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ബാലന് തകർച്ച തന്നെ തുടങ്ങി. ബാലൻ്റെ സമനില വരെ തെറ്റി. അപ്പം അമ്മ പോയ കാര്യം അച്ഛൻ ഓർത്തില്ലല്ലേ എന്ന് അനു ചോദിച്ചപ്പം അല്ല എൻ്റെ ഒരു കാര്യമേ അല്ല ഞാനതങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞു ബാലൻ. അച്ഛൻ അമ്മയുടെ പേര് വിളിച്ചുകൊണ്ട് കയറി വന്നത് തന്നെ. ഞാൻ ഓർത്തു അച്ഛനിത് എന്താ പറ്റിയതെന്നൊക്കെ അനു ഇങ്ങനെ നിന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ ഒന്നും പറ്റിയിട്ടില്ല, കൊല്ലങ്ങളായിട്ടുള്ള ശീലമല്ലേ ഈ ഗോമതി വിളി. ആ ശീലം അതൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോകുമോ? സാരമില്ല, ഇനിയിപ്പോൾ മാറ്റിയല്ലേ പറ്റുമെന്ന് ബാലൻ മനഃപൂർവ്വം അവിടെ നിന്ന് ഇവരുടെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി വരുന്നു കാണിക്കും. അപ്പോൾ നീയല്ലേ ഇപ്പോൾ ഇവിടുത്തെ മൂത്ത മരുമകള്, നീയേ എന്തായാലും പോയി അച്ഛനൊരു ചായ എടുത്തുകൊണ്ട് വരാൻ നമ്മുടെ മീനുവിനോട് പറഞ്ഞു. മീനു അന്നേരം ഇങ്ങനെ നോക്കും അന്തം വിട്ട്. ഇത് എന്ത് പറ്റി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. അപ്പം ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു വഴി കണ്ടുപിടിക്കണമെന്നും അതുപോലെ മീനാക്ഷി ഈ വീട്ടിൽ ഓരോരുത്തരും അളിയനൊരു സഹായവും ചെയ്യില്ല എന്നങ്ങ് തീരുമാനിച്ചേക്കണമെന്ന് ഇന്നലെ രാത്രി ഇവർ തമ്മിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മീനു അവിടെ നിന്ന് ഓർക്കുക. അപ്പോൾ മീനു അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അയ്യോ അച്ഛാ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മീനു തടസ്സം പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.